ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തേൻ മിഠായിയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 1 കപ്പ് ഇഡ്ഡലി അരിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് പരിപ്പോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കഴുകിയിട്ട് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണ്ട. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ അരി ഉഴുന്നും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നൈസായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഒരു 2 നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് അധികം ചേർക്കാൻ പാടില്ല. ഒരു 2 പിഞ്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂണിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് റെഡ് കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. മാവ് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരുന്നത്. ഇതും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് മാവും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ അടുത്ത ബാച്ച് റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ മാറ്റി വെക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും ഷുഗർ സിറപ്പ് കുറച്ച് ചൂടായി തന്നെ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾക്ക് ചൂട് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്തിട്ട് കുറച്ച് ചൂടാക്കി വെക്കണം. 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പഞ്ചസാര ലൈനിൽ ഇട്ട് വെച്ച തേൻ മിഠായിക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് തന്നെ വെച്ചാൽ മതി കേട്ടോ. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഒരുപാട് നേരം ഇതിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഷുഗർ സിറപ്പിൽ ഉണ്ടായിരുന്ന തേൻമിഠായൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേൻമിഠായ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.